നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. നടപടിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തുന്നതും ഇന്ന് നമ്മൾ കണ്ടു. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. കേസെടുത്ത് ഭയപ്പെടുത്താൻ സർക്കാർ, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുമായി പോലീസ്, മാധ്യമവേട്ടയിൽ പ്രതിഷേധം കനക്കുകയാണ്. 24 റിപ്പോർട്ടർക്കെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം കേസിൽ പ്രതിയാകുന്നത് പൊതുസമൂഹവും ചോദ്യം ചെയ്യുകയാണ്. CPI മന്ത്രിമാരടക്കം പോലീസ് നടപടിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചന എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ഒരു ഗൂഢസംഘം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഗൂഢസംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു റോളുമില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയും അവിടുത്തെ ഒരു സംഘവും ചേർന്നിട്ടാണ് പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവർ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. നടപടി സർക്കാരിന്റെ തോന്നിവാസമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേസ് പിൻവലിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും തുറന്നടിച്ചു. ഇതെന്ത് തോന്നിവാസമാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്, പോലീസ് കാണിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുക്കുന്നത്? സത്യസന്ധമായി അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസെടുത്തത് എന്നുള്ളത് വളരെയേറെ വിചിത്രമായിരിക്കുന്നു. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. വിനീതയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കേസിൽ വിശ്വാസക്കുറവില്ലെന്നും ഗൂഢാലോചനയില്ലെന്ന മാധ്യമങ്ങൾ തെളിയിച്ചോളൂ എന്നും മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു. ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്തോളൂ, നടപടികൾ എടുത്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നതല്ലേ, പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുള്ളൂ. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ. നിങ്ങളുടെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്തെങ്കിലും ചാടിക്കൊണ്ടിരുന്നു, കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട, അതേ ഉള്ളൂ. വിഷയത്തിൽ പോലീസിനെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു മന്ത്രിമാരായ സജി ചെറിയാൻ, P രാജീവ് എന്നിവരുടെ പ്രതികരണം. മാധ്യമത്തിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ അല്ലാതെ ഇടപെട്ടിട്ടുണ്ടോ, അതിപ്പോൾ നമ്മുടെ നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെതിരെ മാത്രം വരുന്നതിൽ എന്താണ് എന്നുള്ളത് നോക്കേണ്ടതാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിനിടെ പ്രതിഷേധ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടയാളിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നത് ലോക്കൽ പോലീസിനും വലിയ തലവേദനയാണ്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കോടതി വിമർശിച്ചിരുന്നു. കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതിന് പിന്നാലെയാണ് വീണ്ടും കൃത്യമായ തെളിവ് പോലുമില്ലാതെ കേസെടുക്കാൻ ലോക്കൽ പോലീസ് നിർബന്ധിതമായത്. ഉന്നത തലത്തിലുള്ള സമ്മർദ്ദമാണ് കേസിന് പിന്നിലെന്ന് പോലീസുകാർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഫോൺ രേഖകൾ മാത്രം ആധാരമാക്കി ഗൂഢാലോചന കുറ്റം കോടതിയിൽ തെളിയിക്കുക സാധ്യമല്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് പോലീസിനുമുണ്ടാക്കുന്നത്. 24 റിപ്പോർട്ടർക്കെതിരായ കേസ് ഒറ്റപ്പെട്ടതല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തവർക്കെതിരെയും കേസെടുത്തു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ നാവരിഞ്ഞ് നവകേരളം സൃഷ്ടിക്കപ്പെടുകയാണ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് പിന്നാലെ ED അയക്കും. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസെടുക്കുമെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ചൂടാണ്. ഡൽഹിയിൽ ആരെങ്കിലും എതിരായി ശബ്ദിച്ചാൽ അവൻ അകത്താക്കാൻ വേണ്ടിയുള്ള നടപടിയുണ്ട്. അതിനെ എതിർക്കുന്നവരാണ് നമ്മളെല്ലാവരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. പക്ഷേ ഇവിടെ അവരെക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് ഇത്തരം കേസുകളെടുക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മുമ്പ് ഏഷ്യാനെറ്റിൽ അഖിലക്കെതിരായി, മാതൃഭൂമിക്കെതിരായി എല്ലാ മാധ്യമപ്രവർത്തകരും നേരിടുന്ന പ്രശ്നമാണിത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തെ ഇരുട്ടിലാക്കുന്ന നടപടിയാണിത്. മുഖ്യമന്ത്രി ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകൂ.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം നടക്കുമ്പോഴും കേസെടുത്തതിനെ ന്യായീകരിക്കുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി. ഈ സാഹചര്യത്തിൽ കേസെടുത്ത മാധ്യമങ്ങളെ നിശബ്ദമാക്കാനാണോ പോലീസിന്റെയും സർക്കാരിന്റെയും ശ്രമമെന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തേടിയിരുന്നു. കാണാം പൊതുജനങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ. സർക്കാർ നിർദ്ദേശപ്രകാരമാണ്, പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് 24 ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാധ്യമങ്ങളെ മാത്രമല്ല, പൊതുജനത്തെ പ്രതികരിക്കാൻ അനുവദിക്കുന്നില്ല. പാർട്ടി പ്രവർത്തകന്മാരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ അനുവദിക്കുന്നില്ല. കുറച്ചു കാലമായിട്ടുള്ള കേരളത്തിൻ്റെ പോലീസിൻ്റെ നയങ്ങൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ നമുക്കൊരു അത്ഭുതം തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഈ ഇടത് സർക്കാർ ഇപ്പോൾ കാണിക്കണത് കുറച്ചായിട്ട് എതിർ ശബ്ദങ്ങൾ, അതായത് ഇപ്പം ഇനിയിപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരെന്നുള്ളതില്ല, ആർക്കെതിരാണെങ്കിലും അവർക്ക് വിമർശനമാണോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ളൊരു എതിർ ശബ്ദമാണെങ്കിൽ ഒരു അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ്. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ് മാധ്യമപ്രവർത്തകരുടെ ഇങ്ങനത്തെ കേസുകളൊക്കെ എടുക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകന് എറിഞ്ഞ ഷൂവിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ അവരുടെ വീഴ്ചകൾ മറച്ചു വെക്കുക എന്നുള്ള തന്ത്രപരമായുള്ള കാര്യങ്ങളാണ് ഇതിനൊക്കെ ഞാൻ കാണുന്നത്. മാധ്യമപ്രവർത്തനത്തിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ടായതുകൊണ്ടാണ് പല കാര്യങ്ങളും അതല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റമൊക്കെ ഇത്ര സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ മാധ്യമപ്രവർത്തകർക്ക് കേസെടുക്കുക എന്നുള്ളത് വലിയൊരു ഗൂഢാലോചന, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഹിഡൻ അജണ്ടകൾ ഈ ഗവൺമെൻറ്റിനുണ്ട്. അത് തെറ്റാണ്. അതന്നെ അഭിപ്രായം ഇപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നുമില്ല. മാധ്യമം പൊതുജനത്തിന് ആവശ്യമാണ്. അതിനെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഫോൺ കോളുകൾ ബേസ് ചെയ്ത് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ജനാധിപത്യ രാജ്യത്തിന്, ജനാധിപത്യ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല. ഗവർണർക്കെതിരായുള്ള സമരത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ആർ ഷോയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചാലും ഒട്ടനവധി മാധ്യമപ്രവർത്തകർ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഫോൺ കോളുകൾ പരിശോധിച്ച് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു നടപടിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യപരമായ ഇത്തരമായുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ്. ജനാധിപത്യ ഭരണകൂട നമ്മുടെ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനും എതിരാണ്. സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് പ്രതിയായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അമ്പരപ്പിലാണ് ജനം. പോലീസ് ഇത്രയും നിരുത്തരവാദപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. ഇത് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ കേസും കാര്യങ്ങളൊക്കെ പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ? പത്രപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു സ്വാതന്ത്ര്യം നമ്മൾ സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.